വെൽക്കം ടു വെൽ ഫോക്കസ്. നമ്മൾ ഇന്നലെ ട്രയൽ ബാലൻസ് എന്താണ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ട്രയൽ ബാലൻസ് പറഞ്ഞു. നമുക്ക് ഇന്ന് എന്ത് പഠിക്കാം? മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ് പഠിക്കും. എങ്ങനെയൊക്കെ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിക്കാം. ദ ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ഫോളോയിങ് മെത്തേഡ്സ്. ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്? നമുക്ക് ബാലൻസ് മെത്തേഡ് ഉണ്ട്, ടോട്ടൽ മെത്തേഡ് ഉണ്ട്, ദെൻ ടോട്ടൽ ആൻഡ് ബാലൻസ് മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ 3 മെത്തേഡ് വഴിയാണ് നമ്മൾ പൊതുവെ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യാറ്, പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഫസ്റ്റ് മെത്തേഡാണ് ബാലൻസ് മെത്തേഡ്. In this method, the balance of every ledger account, either debit or credit, as the case may be, is recorded in trial balance against the respective accounts. The balance method is widely used as it helps in the preparation of financial statement. നമ്മൾ ബാലൻസ് മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ ലെഡ്ജറിൽ പറഞ്ഞില്ലേ, ചില അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്തായിരിക്കും, ചില അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് എന്തായിരിക്കും. ഈ ബാലൻസസ് എന്ത് ചെയ്യുന്നു, റെസ്പെക്റ്റീവ് അക്കൗണ്ട്സിന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അതാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. പൊതുവെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ് ബാലൻസ് മെത്തേഡാണ്. ബിക്കോസ് ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷന് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ടോട്ടൽ മെത്തേഡ്. Under this method, the total amounts on the debit side of ledger account and the total amount on the credit side of the ledger account are ascertained and recorded in the trial balance. This method is not commonly used as cannot help in the preparation of financial statement. നമ്മൾ ബാലൻസ് മെത്തേഡിൽ പറഞ്ഞു, നമ്മൾ ബാലൻസസ് ആ ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ ട്രയൽ ബാലൻസ് റെക്കോർഡ് ചെയ്യാം. പക്ഷേ ടോട്ടൽ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും പറഞ്ഞില്ലേ, ഏതാണോ ഏത് ഭാഗമാണ് ഹയർ, ആ ഹയർ എമൗണ്ട് കിട്ടും, അതാണ് ടോട്ടൽ നമ്മൾ പറഞ്ഞില്ലേ. ആ ടോട്ടലായിരിക്കും നമ്മൾ ടോട്ടൽ മെത്തേഡിൽ നമ്മൾ അക്കൗണ്ട്സ് നേരെ റെക്കോർഡ് ചെയ്യാം. പക്ഷെ ഇതങ്ങനെ കോമൺലി യൂസ് ചെയ്യാറില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ അത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡല്ല. ഓക്കെ, ദെൻ ടോട്ടൽ ആൻഡ് ബാലൻസ് മെത്തേഡ്. This method is a combination of both total method and balance method. Total method and balance method combination ആണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. Under this method 4 columns are provided. 4 columns എന്തായിരിക്കും, ഒന്നിൽ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ഏതും, ദെൻ മറ്റൊന്നിൽ ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ് ഏതും, പിന്നെ ഡെബിറ്റ് ബാലൻസ് ഏതും, അതുപോലെ ക്രെഡിറ്റ് ബാലൻസ്. അങ്ങനെ 4 കോളംസിൽ 2 ടോട്ടൽസും 2 സൈഡ് ബാലൻസും എഴുതി. ഓക്കെ, മെയിൻലി ഈ മെത്തേഡ് അങ്ങനെ പ്രാക്ടീസിലുള്ള ഒരു മെത്തേഡല്ല. ഫസ്റ്റ് 2 മെത്തേഡാണ് പ്രാക്ടീസിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ബാലൻസ് മെത്തേഡാണ്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ബാലൻസ് മെത്തേഡ് നമ്മൾ വഴി എങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കാൽക്കുലേറ്റ് ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട് ഇൻക്ലൂഡിങ് ദ ക്യാഷ് ബുക്ക് അടക്കമുള്ള ലെഡ്ജർ അക്കൗണ്ട്സിൽ ബാലൻസസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ റെക്കോർഡ് ദ നെയിംസ് ഓഫ് അക്കൗണ്ട് ഇൻ ദ പെർട്ടിക്കുലേഴ്സ് കോളം ആൻഡ് ദ എമൗണ്ട് ഓഫ് ഡെബിറ്റ് ബാലൻസ് ഇൻ ഡെബിറ്റ് കോളം ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ക്രെഡിറ്റ് കോളം. ഒന്നുമില്ല, അക്കൗണ്ട്സിന് നേരെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും റെക്കോർഡ് ചെയ്യുക. പേജ് നമ്പർ ഓഫ് ലെഡ്ജർ ഫ്രം വിച്ച് ദ ബാലൻസ് ടേക്കൻ ഫ്രം ദ ലെഡ്ജർ ഫോളിയോ കോളം. നമുക്ക് ലെഡ്ജർ ഫോളിയോ കോളമുണ്ട്. ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നിന്നാണ് ഏത് നമ്പർ ഓഫ് പേജ് ലെഡ്ജറിൽ നിന്നാണ് അത് എടുത്ത് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. എന്തായിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ. അത് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ അല്ലെങ്കിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എറർ ഹാപ്പൻ ചെയ്തു എന്നാണ് പറയുക. ആ ടോട്ടൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എന്താണ് ഫോർമാറ്റ് നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ ഫീച്ചേഴ്സിൽ ട്രയൽ ബാലൻസ് ആസ് ഓൺ എന്ന് പറഞ്ഞ ഡേറ്റ് എഴുതും നമ്മൾ. ദെൻ നമ്പർ, ദെൻ നെയിം ഓഫ് അക്കൗണ്ട്, പാർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. ഇനി ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും എഴുതുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ അക്കൗണ്ടിന് ഒരു സ്പെസിഫിക് നമ്മൾ പറയും, ഇതിന് ഡെബിറ്റ് ബാലൻസേ വരൂ, ഇതിന് ക്രെഡിറ്റ് ബാലൻസേ വരൂ എന്ന് പറയും. അങ്ങനെയാണ് ഡെബിറ്റ് ബാലൻസ് വരുന്ന കാര്യങ്ങളാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസേ വരുള്ളൂ. അതായത് ക്യാഷ്, ഡെറ്റേഴ്സ്, ബിൽഡിങ്, ഫർണിച്ചർ, ഇതുപോലത്തെ അസറ്റിന് ഡെബിറ്റ് ബാലൻസ് മാത്രമേ വരുള്ളൂ. പിന്നെ പർച്ചേസസിന് ഡെബിറ്റ് ബാലൻസേ വരുള്ളൂ. സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസേ വരുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഓൾറെഡി. ഈ ഒരു നിങ്ങൾ എന്താ +1 അക്കൗണ്ടൻസി ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് NCERTയുടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് കുറച്ച് ജേർണലും ലെഡ്ജറും ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ അക്കൗണ്ടിന് ഏതാണ് ബാലൻസ് വരിക എന്നുള്ളത്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് വരുന്ന ഒന്ന് അസറ്റിന് വരും, പിന്നൊന്ന് പർച്ചേസസിന് വരും,
ദെൻ സെയിൽസ് റിട്ടേൺ വരും, ഡ്രോയിങ്സ്, ദെൻ എക്സ്പെൻസസിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. കൃത്യമായിട്ട് കേൾക്കുക കേട്ടോ. ലോസ്, അപ്പോൾ അസറ്റ്, പർച്ചേസസ്, സെയിൽസ് റിട്ടേൺ, ഡ്രോയിങ്സ്, എക്സ്പെൻസ്, ലോസസ്, ഇതൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. ഇനി ഏതിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് വരിക? നേരെ ഓപ്പോസിറ്റ്, ലയബിലിറ്റീസിന്, അതുപോലെ ഇൻകത്തിന്, സെയിലിന്, പർച്ചേസ് റിട്ടേൺ, ഗെയിൻസ്, ഇതെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. ഇപ്പോൾ ഈ ഒരു നോട്ട് പ്രകാരം 37 ഐറ്റം ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ ഒരുമിച്ച് പറയാൻ പോവുകയാണ് എന്ത് ബാലൻസ് ആണ് വരാൻ പോവുക എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ് ഒരു അസറ്റാണ്. അസറ്റ് വന്നാൽ ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റ് കോളത്തിന് നേരെ റെക്കോർഡ് ചെയ്യുക. സെക്കൻഡ് ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റ് കോളത്തിന് നേരെ റെക്കോർഡ് ചെയ്യുക. ഏതാണ് ബാലൻസ് എമൗണ്ട്? ബിൽസ് റിസീവബിൾ അസറ്റാണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. സോ അതും ഡെബിറ്റ് ബാലൻസ് ആണ്. സൺഡ്രി ഡെക്ടേഴ്സ് നമ്മളുടെ കടക്കാരാണ്, അതായത് നമുക്ക് പൈസ നമ്മളുടെ ബിസിനസ്സിനോട് ഡ്യൂ ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റാണ്, അത് ഡെബിറ്റ് ബാലൻസ് വരും. പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് എന്താണ് ഒക്കെ അസറ്റാണ്. ലോങ് ടേം അസറ്റ്സ് ഡെബിറ്റ് ബാലൻസ്. വെഹിക്കിൾസ് അസറ്റാണ്, ഡെബിറ്റ് ബാലൻസ്. ഗുഡ്വിൽ എന്താണ്? ഒരു ഇൻടാൻജിബിൾ അസറ്റാണ്. അസറ്റാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റ് കോളത്തിന് നേരെ എൻറ്റർ ചെയ്യാം. ഡ്രോയിങ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡ്രോയിങ്സ് എന്ന ഡെബിറ്റ് ബാലൻസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ദെൻ പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സെയിൽസ് റിട്ടേൺസ് എന്താണ്? സെയിൽസ് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺസ് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ്. ക്യാരേജ് ഇൻവേർഡ്സ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ബാലൻസ്. ക്യാരേജ് ഔട്ട്വേർഡ്സും എക്സ്പെൻസ് ആണ്, അതും ഡെബിറ്റ് ബാലൻസ്. റെൻറ്റ് പേയ്മെൻറ്റ് വന്നാൽ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ്. കമ്മീഷൻ പെയ്ഡ് എക്സ്പെൻസ്, ഡെബിറ്റ് ബാലൻസ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്ത എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റ് ബാലൻസ് വരും. ബാഡ് ഡെറ്റ്സ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം എന്താണ്? പേ ചെയ്യാണ് ചെയ്യുക. ഇൻഷുറൻസ് പ്രീമിയം അവർക്ക് നമുക്ക് കിട്ടത്തില്ലല്ലോ, നമ്മൾ ഇൻഷുറൻസ് ബിസിനസ് ആണെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് പ്രീമിയം കിട്ടത്തുള്ളൂ. സോ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. വേറൊരു കാര്യം പറഞ്ഞതാ, ജസ്റ്റ് റെൻറ്റ് കമ്മീഷൻ എന്നൊക്കെ തരും, ജസ്റ്റ് ഒന്ന് പെയ്ഡാണോ റിസീവ്ഡ് ആണോ എന്ന് പറയില്ല നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ഡെബിറ്റ് കോളത്ത് തന്നെങ്കിൽ അത് പെയ്ഡ് ആണെന്നും ക്രെഡിറ്റ് കോളത്ത് തന്നെങ്കിൽ അത് റിസീവ്ഡ് ആണെന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. അത്തരത്തിലുള്ളൊരു ലോജിക്കൽ തിങ്കിങ് വളർത്തിയെടുക്കണം. ഓക്കെ, ഇനി ജനറൽ എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ്. സൺഡ്രി എക്സ്പെൻസസ് ഡെബിറ്റ് ബാലൻസ്. ഇലക്ട്രിസിറ്റി ചാർജസ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ്. സെല്ലിംഗ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, വേജസ് ഒക്കെ എന്താണ്? എക്സ്പെൻസസ് ആണല്ലേ, സോ ഡെബിറ്റ് ബാലൻസ്. സെയിൽസിന് എന്ത് വരും? ക്രെഡിറ്റ് ബാലൻസ്. പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി, സോ ക്രെഡിറ്റ് ബാലൻസ്. ബിൽസ് പേയബിൾ എന്താണ്? ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി, ക്രെഡിറ്റ് ബാലൻസ്. റെൻറ്റ് റിസീവ്ഡ് ഇൻകം ഒക്കെ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ബാലൻസ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് പ്രൊവിഷൻസ് എന്ന ലയബിലിറ്റീസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ്. സോ ഒരു 37 ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഏതൊക്കെയാണ് ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും വരിക എന്നുള്ളത്. ഇനി കുറച്ച് ഇത് നിങ്ങൾക്ക് ഇനി പറഞ്ഞാൽ, ഇഫ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് നോൺ ഓൺ ദ ഡേ വെൻ ദ ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ്, ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ അഡ്ജസ്റ്റഡ് വിത്ത് പർച്ചേസ്. അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ പർച്ചേസസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഹെൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് വിൽ നോട്ട് അപ്പിയർ ഇൻ ട്രയൽ ബാലൻസ്. ഓക്കെ, closing stock and adjusted purchase will appear in the trial balance. If the value of closing stock is not known, then the opening stock and purchase will appear in the trial balance. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് സമയത്ത് അറിയെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ കാണിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല, അത് ക്ലോസിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റഡ് പർച്ചേസസും ആണ്. ഈ ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ലെങ്കിൽ ട്രയൽ ബാലൻസ് കാണിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ആണ്. ഓക്കെ, Thus either opening stock and purchase or closing stock and adjusted purchase will appear in the trial balance. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പാർട്ട് വരുന്നുണ്ട്, അതിൽ കുറച്ചുകൂടി കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ബാലൻസ് മെത്തേഡ് പ്രകാരം ഒരു അക്കൗണ്ടിന് ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്, സർട്ടൻ അക്കൗണ്ട്സിന് ഡെബിറ്റ് ബാലൻസേ വരുള്ളൂ, സർട്ടൻ അക്കൗണ്ട്സ് എന്തെങ്കിലും ക്രെഡിറ്റ് ബാലൻസേ വരുള്ളൂ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ജേണൽ എൻട്രിയിൽ എടുത്തതും ഇനി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം 2 ക്ലാസ്സുകളായിട്ട് ഞാൻ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ട്രാൻസാക്ഷൻ വായിക്കുന്നു, ജേണൽ എൻട്രി പറയുന്നു, അങ്ങനെ. ഓക്കെ, എന്തൊക്കെയാണ്? രത്നകുമാറിൻ്റെ ആണ്
ഇത് വന്നിട്ട് January 1st commenced business with capital 5 lakh and then bought furniture for cash 6,000, purchased goods for cash 10,000, bought goods on credit from Jayanti, returned goods to Jayanti, sold goods for cash, sold goods to Elizabeth on credit 72,000, paid salaries to Krishnan by cash and received commission from Kumar by cash 2,800, received cash from Elizabeth. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ട്രാൻസാക്ഷനൊക്കെ കുറേ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? ബിസിനസ് കമൻസ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രത്നകുമാർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും 5 lakh റെക്കോർഡ് ചെയ്യുക. ദെൻ നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് പർച്ചേസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് ദാറ്റ് വാസ് എൻ എറർ. ഫർണിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുക. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് പോയി ടു ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് 6,000 റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് 6,000 റെക്കോർഡ് ചെയ്യുക. ദെൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് പിന്നെ വന്ന് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റ് 10,000 ടു ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 10,000 ഗുഡ്സ് പർച്ചേസ് ഫോർ ക്യാഷ്. ഇതിന് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നുണ്ട് ജയന്തിയിൽ നിന്ന്. ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ആരാണോ ക്രെഡിറ്റർ അവരുടെ പേര് ജയന്തി അക്കൗണ്ട് എത്ര 25,000 റുപ്പീസാണ്. ദെൻ ജയന്തിയിൽ നിന്ന് നമ്മൾ ഓൾറെഡി 25,000 റുപ്പീസ് കടത്തിന് വാങ്ങി, ക്രെഡിറ്റിന് വാങ്ങി. അതിന് 2,500 റുപ്പീസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ്? പർച്ചേസസ് ഡെബിറ്റ് ചെയ്താൽ പർച്ചേസ് റിട്ടേൺ ചെയ്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ക്രെഡിറ്റർ കുറഞ്ഞു, അതായത് ലയബിലിറ്റി കുറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം? ജയന്തി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ജയന്തി അക്കൗണ്ട് ഡെറ്റർ 2,500 ടു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് 2,500. ദെൻ നമ്മളൊരു സെയിൽസ് നടത്തുന്നുണ്ട്. ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 32,000 ടു സെയിൽസ് അക്കൗണ്ട് 32,000 ഗുഡ്സ് ആർ സോൾഡ് ഫോർ ക്യാഷ്. പിന്നെ നമ്മൾക്കൊരു ഡെക്ടർ ക്രിയേറ്റ് ആവുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? ക്രെഡിറ്റ് സെയിൽ നടത്തിയ ഡെക്ടർ വരും. ഡെക്ടറെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം ബിക്കോസ് ഇറ്റ് ഈസ് എൻ അസറ്റ്. എലിസബത്ത് അക്കൗണ്ട് ഡെക്ടർ 72,000 ടു സെയിൽസ് അക്കൗണ്ട് 72,000 ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ദെൻ സാലറീസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് നമ്മൾ സാലറി പേ ചെയ്തു. എക്സ്പെൻസ് ആണ് സാലറി. എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. ക്യാഷ് പോയി, അസറ്റ് കുറഞ്ഞു. സോ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. 7,000 ആണ്. ഡെബിറ്റ് സൈഡിലും എൻ്റർ ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിലും എൻ്റർ ചെയ്യുന്നു. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ആണ്. ഇൻകം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 2,800 ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. ടു കമ്മീഷൻ അക്കൗണ്ട് 2,800. നമുക്ക് നമ്മൾ ഓൾറെഡി ഒരു ക്രെഡിറ്റ് സെയിൽ 72,000 റുപ്പീസിന് ക്രെഡിറ്റ് സെയിൽ നടത്തി. അതിന് ഒരു 20,000 എന്ത് ചെയ്തിട്ടുണ്ട്? എലിസബത്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ക്യാഷ് അക്കൗണ്ട് ടു എലിസബത്ത് അക്കൗണ്ട് 22,000 ക്യാഷ് റിസീപ്റ്റും എലിസബത്ത്. ഇതാണ് ജേണൽ എൻട്രി. ഞാൻ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും കേൾക്കേണ്ടത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു എൻട്രിയും പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് ആണിത്. ലെഡ്ജറിലോട്ടുള്ള പോസ്റ്റിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ ഞാൻ ഇവിടെ എന്താണ് പറയാൻ പോകുന്നത്? എങ്ങനെ ട്രയൽ ബാലൻസിലോട്ട് ഇതിൻ്റെ ബാലൻസസ് എൻട്രി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ കുറച്ച് അക്കൗണ്ട്സ് ഡെബിറ്റ് ബാലൻസ് വരുള്ളൂ പറഞ്ഞു, കുറച്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് വരുള്ളൂ എന്ന് പറഞ്ഞു. അത് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഞാൻ പറഞ്ഞത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഇതിൽ നോക്കി നോക്കൂ. ബാലൻസ് ബ്രോഡ് ഓൺ ഏതാണ്? ഡെബിറ്റ് സൈഡാണ്. അതായത് ഏറ്റവും കൂടുതൽ എമൗണ്ട് വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡാണ്. അപ്പോൾ അതിന് ഡെബിറ്റ് ബാലൻസ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കി നോക്കൂ. എ സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ്, കാരണം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഫർണിച്ചർ അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് ആണ്. ഏതാണ് ബാലൻസ് വന്നിരിക്കുന്നത്? ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസേ വരുള്ളൂ പറഞ്ഞു. ഇവിടെ ഏതാണ് ബാലൻസ്? എ സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അല്ലെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ ഏത് സൈഡിലാണ് നോക്കിയാൽ മതി. ഏത് സൈഡിലേക്കാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നത്? ഡെബിറ്റ് സൈഡിലേക്കാണ്. സോ ഡെബിറ്റ് ബാലൻസ് ആണ്. ജയന്തി അക്കൗണ്ട് ആരാണ്? ജയന്തി നമ്മുടെ ക്രെഡിറ്ററാണ്, ലയബിലിറ്റിയാണ്. ലയബിലിറ്റിക്ക് എന്ത് വരുന്ന പറഞ്ഞാൽ ലയബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് വരുന്ന പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നത് എവിടേക്കാണ്? ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ജയന്തി ക്രെഡിറ്റ് ബാലൻസ് വന്നിരിക്കുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇവിടെ നോക്കൂ, പർച്ചേസ് അക്കൗണ്ട് 2,500 ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലോട്ടാണ്. എല്ലാം അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ബാലൻസ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ബാലൻസ് മാത്രമേ ഇതുള്ളൂ. ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 5,33,800 റുപ്പീസ്. രാംകുമാർ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 5 lakh റുപ്പീസ്. ഫർണിച്ചർ അക്കൗണ്ട് ബാലൻസ് 6,000 റുപ്പീസ്. അങ്ങനെയല്ല, ബാലൻസസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ബാലൻസസ് മെത്തേഡിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ചെയ്യുള്ളൂ. ഓക്കെ, ഇതിലെല്ലാ ബാലൻസും നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് 5,33,800. കുമാർസ് ക്യാപിറ്റൽ 5 lakh. ഫർണിച്ചർ അക്കൗണ്ട് 6,000 ആണ്. പർച്ചേസ് അക്കൗണ്ട് 35,000 ആണ് ബാലൻസ് വരുന്നത്. ജയന്തി അക്കൗണ്ട് 22,500 വരുന്നു. ആൻഡ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് 2,500 വരുന്നു. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് 1,04,000 വരുന്നു. എലിസബത്ത് അക്കൗണ്ട്
52,000 because debtor ആണ്, asset ആണ്. Salaries account 7,000 debit balance because it's an expense. Commission account credit balance ആണ് 2,800 because it is an income. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിന് എല്ലാത്തിനും നേർക്ക് നമ്മളിപ്പോൾ പറഞ്ഞ ബാലൻസ് എമൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിൻ്റെ നേർക്ക് 5,33,800. രാംകുമാർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതിൻ്റെ നേർക്ക് 5 lakh റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് 6,000. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസിന് നേർക്ക് 35,000 rupees റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാതും ഏതൊക്കെയാണോ അതിന് നേർക്ക് റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് നോക്ക്, ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡുമുള്ള ബാലൻസ് ഈക്വൽ ആയിരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എന്തോ നമ്മൾ ഇതുവരെ ചെയ്ത പ്രൊസീജിയറിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒരു എറർ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് മെത്തേഡ് പ്രകാരം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ട്രയൽ ബാലൻസ് ഓക്കെ, ഈ രണ്ട് ബാലൻസ് ഈക്വൽ ആവണം, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ടോട്ടൽ മെത്തേഡ് ഇതിങ്ങനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നില്ല. എന്താണ്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എല്ലാ ലെഡ്ജർ അക്കൗണ്ടും കാണുക. അത് കഴിഞ്ഞിട്ട് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താണ് ടോട്ടലാണ് ഇവിടെ റെക്കോർഡ്. നമ്മൾ നേരത്തെ ബാലൻസാണ് റെക്കോർഡ് ചെയ്ത്, ഇവിടെ നോക്ക് ടോട്ടലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എത്രയാണെന്നോ 5,50,800 ആണ്. ഈ ടോട്ടലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ടോട്ടൽ, ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ടോട്ടൽ, പർച്ചേസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ, എല്ലാം ടോട്ടലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ടോട്ടൽസ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ടോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത്. ടോട്ടൽസാണ് ഇത് റെക്കോർഡ് ചെയ്യുക. ഓരോന്നിൻ്റെ ടോട്ടൽസാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോഴും ഈ രണ്ട് ബാലൻസ് ഈക്വൽ ആയിരിക്കണം. പക്ഷെ നമ്മൾ ടോട്ടൽ മെത്തേഡൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അധികം ബാലൻസ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ബാലൻസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ടോട്ടൽ വെച്ചിട്ട് ഫൈനാൻഷ്യൽ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പം ടോട്ടലും ബാലൻസ് മെത്തേഡ് വരുമ്പോൾ സെയിം പ്രൊസീജിയറാണ്. എന്താണ്, ഒരു ഡെബിറ്റ് ടോട്ടൽ ഉള്ള ഒരു കോളം ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് ടോട്ടൽ ചെയ്തുള്ള കോളം ഉണ്ടായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ചെയ്താലുള്ള കോളം ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ചെയ്താലുള്ള കോളം ഉണ്ടായിരിക്കും. അത്രയാണ് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ നമ്മൾക്ക് ട്രയൽ ബാലൻസ് ചെയ്താൽ പറയുമ്പോൾ നമ്മൾ ബാലൻസ് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഈ ഒരു ഇതാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു സംഭവം നിങ്ങൾ ഓർത്തിരിക്കണം. ഡെബിറ്റ് ബാലൻസ് വരുന്നത് അസറ്റിന്, ഡ്രോയിങ്സിന്, പർച്ചേസിന്, സെയിൽസ് റിട്ടേൺ, എക്സ്പെൻസസിന്, ലോസസിന്. ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് ലയബിലിറ്റീസ്, ഇൻകം, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, ഗെയിൻസ്. ഓക്കെ, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ +1 അക്കൗണ്ടൻസി ടെസ്റ്റ് എടുത്തിട്ട് അതിൽ കുഞ്ഞു പ്രോബ്ലംസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധിക്കും, കുറച്ചുകൂടി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും അല്ലേ. അപ്പം നിങ്ങളടുത്ത് പ്രാക്ടീസ് നോക്കണം. അപ്പോൾ ദിസ് ആർ ദ മെത്തേഡ്സ് പ്രിപ്പയർ ട്രയൽ ബാലൻസ്. നിങ്ങൾക്ക് ഒരാൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന